ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച 4 ടെക് ചെറുപ്പക്കാർ എന്റർപ്രണർഷിപ്പ് കയറി തലയ്ക്ക് പിടിച്ചപ്പോൾ കമ്പനി ഉണ്ടാക്കി. ആദ്യം ഇറങ്ങിയ പ്രൊഡക്റ്റുകളൊന്നും പച്ചതൊട്ടില്ല. പക്ഷെ പിന്നീട് രാജ്യം മുഴുവൻ അന്വേഷിക്കുന്ന താരങ്ങളായി ഇവർ മാറി. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിറങ്ങിയ അർജുൻ ആർ പിള്ളെ, ജോഫിൻ ജോസഫ്, അനൂപ് തോമസ് മാത്യു, നിതിൻ സാം എന്നിവർ 2012 പ്രൊഫൗണ്ടിസ് എന്ന കമ്പനി രൂപീകരിച്ചപ്പോൾ അത് കയ്യിലുണ്ടായിരുന്ന പണി കളഞ്ഞ് പിള്ളേർ നടത്തിയ എടുത്തുചാട്ടമെന്നേ പലരും കണ്ടുള്ളൂ. അതിൽ 2 പേരാകട്ടെ ഇൻഫോസിസിലെ ജോലി രാജിവെച്ചാണ് വന്നതും. എന്നാൽ പ്രൊഫൗണ്ടിസിന്റെ പിറവിക്ക് ഈ 4 പേർക്കും ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴത്തേനും ടിപ്പിക്കലി ഒന്നും ചെയ്യുന്നില്ല എന്നൊരു ഫീലിംഗ് ആയിരുന്നു. എല്ലാ ദിവസവും പോകുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. വൈകുന്നേരം വരുമ്പോഴത്തേനും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊന്നും ചെയ്തില്ല എന്നൊരു ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾക്ക് 4 പേർക്ക് ഒരുപോലെ ഉണ്ടായിരുന്നു. അവിടുന്നാണ് നമുക്ക് വീണ്ടും കോളേജിലെ ആക്ടിവിറ്റീസ് ഒക്കെ പോലെ ഒന്നുകൂടെ തുടങ്ങാം, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു ഒരു ചിന്ത വന്നത്. വെറും പരിചയമായിരുന്നില്ല ഈ 4 സഹപാഠികളെ പ്രൊഫൗണ്ടിസിന്റെ ഫൗണ്ടർമാരാക്കിയത്. ഒന്നിച്ച് പഠിച്ച്, ഒന്നിച്ച് താമസിച്ച്, ഒന്നിച്ച് പണിയെടുത്ത് പരസ്പരം സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി ഒരുക്കിയെടുത്ത സ്വപ്നത്തിന്റെ റിയലൈസേഷൻ ആയിരുന്നു കമ്പനി രൂപീകരണം. ഗ്ലോബലി ഏറ്റവും വലിയ ടെക്നോളജി കമ്പനീസ് എടുത്താൽ ആപ്പിൾ, ഗൂഗിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ് ഇതെല്ലാം പ്രൊഡക്റ്റ് കമ്പനീസ് ആണ്, സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ നിന്ന് നമുക്ക് അധികം സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് കമ്പനികൾ ഇല്ല. അപ്പം ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള നോളജ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു കാര്യത്തിൽ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നത് നമ്മൾ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യും എന്നുള്ളതായിരുന്നു. കമ്പനി രൂപീകരിച്ചു, പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച പോലെ ആയില്ല. ആദ്യം ഇറക്കിയ 3 പ്രൊഡക്റ്റുകളും റവന്യൂ നൽകിയില്ല. പക്ഷേ ഫെയിലിയർ വീണ് കിട്ടിയ അവസരമായി ഉപയോഗിച്ചു. അങ്ങനെയാണ് അമേരിക്കൻ കമ്പനിയെ വിസ്മയിപ്പിച്ച വൈബ് എന്ന പ്രൊഡക്റ്റ് പിറന്നത്. ഫണ്ടമെന്റലി ഒരു പ്രൊഡക്റ്റ് ഒരു പ്രോബ്ലത്തിൽ നിന്ന് തുടങ്ങണം, റൈറ്റ്? ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം ആ ഐഡിയ. രണ്ടാമത്തെ കാര്യം, ആ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. എന്നാൽ മാത്രമേ ഈ പ്രോഡക്റ്റ് അതിനൊരു നല്ല സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വൈബ് എന്ന് പറയുന്ന ഐഡിയ വന്നത് ആക്ച്വലി iTestify എന്ന് പറയുന്നത് നമ്മുടെ 3ാമത്തെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലത്തിൽ നിന്നാണ്. വൈബ് വളരെ വേഗം ഇന്റർനാഷണൽ സോഫ്റ്റ്വെയർ ഫോറങ്ങളിൽ ചർച്ചാ വിഷയമായി. സമാനമായ പ്രൊഡക്റ്റുമായി രംഗത്തുണ്ടായിരുന്ന അമേരിക്കയിലെ ഫുൾ കോൺടാക്റ്റിന്റെ ശ്രദ്ധയിലേക്ക് ഇവർ ഇതിനകം എത്തിക്കഴിഞ്ഞിരുന്നു. ഫുൾ കോൺടാക്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് കോമ്പറ്റീറ്റർ ആയിരുന്നു മാർക്കറ്റിൽ. അപ്പോൾ ഫുൾ കോൺടാക്റ്റിന് ഒരുപാട് കസ്റ്റമർ ബേസ് ഉണ്ട്, ഭയങ്കരമായ മാർക്കറ്റ് ആക്സസ് ഉണ്ട്, ഒരുപാട് വർഷമായ കമ്പനിയാണ്. ഞങ്ങൾക്ക് വൈബിൻ്റെ ഡേറ്റ കളക്ഷൻ കേപ്പബിലിറ്റീസും അൽഗോരിതംസും വളരെ സ്പെഷ്യലായിരുന്നു. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തു ഫുൾ കോൺടാക്റ്റിൻ്റെ അടുത്ത്, വൈ ഡോണ്ട് വി വർക്ക് ആസ് പാർട്ട്നേഴ്സ് റാദർ ദാൻ കോമ്പറ്റീഷൻ. ഫുൾ കോൺടാക്ട് പ്രൊഫൗണ്ടിസിനെ ഏറ്റെടുത്തിട്ട് 5-6 മാസമേ ആയുള്ളൂ. എന്നാൽ കാഴ്ചപ്പാടിലും പ്രൊഫൈലിലും ഈ ചെറുപ്പക്കാർക്ക് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 വർഷം കൊണ്ട് വൈബ് ആയിരുന്നപ്പോൾ ഉദ്ദേശിച്ച 100 പേരുടെ ടീം എന്ന് പറയുന്നത്, അല്ല 150 പേരുടെ ടീം എന്ന് പറയുന്നത് ഞങ്ങൾ അടുത്ത 2 മാസം കൊണ്ട് ഹിറ്റ് ചെയ്യും, അടുത്ത 2 മാസം കൊണ്ട് എത്തും. ഇനി മുന്നോട്ട് അതിലും വലിയ ഗ്രോത്ത് ആണ് നമ്മൾ കാണുന്നത്. സോ എസെൻഷ്യലി പ്രൊഫൗണ്ടിസ് ഫുൾ കോൺടാക്റ്റായി മാറിയപ്പം ഈ മാർക്കറ്റിൽ ഞങ്ങൾ ഒരു അൺഡിസ്പ്യൂട്ടഡ് ലീഡേഴ്സ് ആയിട്ട് മാറി. പ്രൊഫൗണ്ടിസിനെ ഫുൾ കോൺടാക്ട് ഏറ്റെടുത്തത് കേരളത്തിലെ എന്റർപ്രണർ എക്കോസിസ്റ്റത്തെ ചില്ലറയൊന്നുമല്ല സ്വാധീനിച്ചത്. ഗവൺമെന്റിന്റെ ഹെൽപ്പോ വലിയ ഫണ്ടിങ്ങോ ഒന്നുമല്ല. ഐഡിയയെ സമർത്ഥമായി മാർക്കറ്റ് ചെയ്യാനും സ്വയം സാധ്യതകൾ കണ്ടെത്താനുമുള്ള കഴിവുമാണ് എന്റർപ്രണേഴ്സിനെ സക്സസ്ഫുൾ ആക്കുന്നത്.